ഹായ് എവരി വൺ, എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ IBPS നടത്താനിരിക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും ഡേറ്റിൽ എന്ത് വന്നിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ RRB ഗ്രാമീൺ ബാങ്കിന്റെ മെർജർ നടക്കുന്നത് കാരണം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഡേറ്റുകളൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വാക്കൻസീസിൽ ഒരു കാരണവശാലും അത് റിഫ്ലക്റ്റ് ചെയ്യില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയാനാണ് ഞാൻ പോകുന്നത്. അതായത് AO റിക്രൂട്ട്മെന്റ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ റിക്രൂട്ട്മെന്റ് വൈകാതെ വരും എന്നാണ് പറയുന്നത്. അതായത് വൈകാതെ വരും പറഞ്ഞാൽ നമ്മുടെ മെയ് ലാസ്റ്റിൽ തന്നെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള റിലയബിൾ സോഴ്സ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിലോട്ടുള്ള AO റിക്രൂട്ട്മെന്റ് ആണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, AO എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിലെ PO, അതായത് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എന്താണോ അതേ തന്നെയാണ് എവിടെയും വരിക, നമ്മുടെ എക്സാക്ട് ആയിട്ട് NICL AO റിക്രൂട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലായിരിക്കും ഇനീഷ്യലി റിക്രൂട്ട്മെന്റ് നോട്ടിഫൈഡ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമുക്ക് മെയ് ലാസ്റ്റ് ആയിട്ട് തന്നെ വരും അല്ലേ. ഓക്കെ, മെയ് ലാസ്റ്റ് ആയിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ മെയ് കഴിയാനുള്ളൂ അല്ലേ. അപ്പോൾ മോസ്റ്റ്ലി ഈ ആഴ്ച തന്നെ വരും എന്നാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് 2024 ജനുവരിയിൽ റിക്രൂട്ട്മെന്റ് കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പാറ്റേൺ തന്നെയായിരിക്കും ഇപ്രാവശ്യം ഫോളോ ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 2024 ഇവര് പബ്ലിഷ് ചെയ്തപ്പോൾ, നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തപ്പോൾ ജനറൽ കാറ്റഗറി, അതായത് ജനറലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് എത്ര വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ചാൽ 130 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഇത് കൂടാതെ കുറേ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ വേറെ കുറേ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളും കൂടെ കഴിഞ്ഞ 2024 നോട്ടിഫൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ ജനറലിസ്റ്റ് പോസ്റ്റിന് 130 വാക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു അവരുടെ എക്സാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് പ്രിലിംസിൽ ഉള്ളത്. 30 ഇംഗ്ലീഷ്, 35 റീസണിങ്, ക്വാണ്ട് 35 ആണ്. 20 മിനിറ്റ് വെച്ചിട്ടാണ് അലോട്ടഡ് ടൈം എന്നും പറയുന്നുണ്ട്. നോർമലി ഉള്ള ബാങ്ക് എക്സാം പോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ ജനറലിസ്റ്റ് കാറ്റഗറിയുടെ നമ്മുടെ മെയിൻസിന്റെ പാറ്റേൺ ആണ് നോക്കുന്നത് എങ്കിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. സാധാ യൂഷ്വൽ ആയിട്ടുള്ള ബാങ്ക് എക്സാമിനെക്കാട്ടിലും കുറച്ച് മാർക്കുകൾ അധികം വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും ഓരോ സെക്ഷനിലും എന്താണ് കുറച്ച് കൂടുന്നുണ്ട്. ചിലതൊക്കെ അതായത് എന്താണോ ബാങ്ക് എക്സാംസിൽ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ അതിന് സെയിം ആയിട്ടുള്ളത് കൊണ്ട് കുറച്ച് എക്സസ് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ ചില സെക്ഷനിലൊക്കെ. ഓക്കെ, അപ്പൊ റീസണിങ് എല്ലാം 50 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാത്തിനും ഉള്ളത്. അതായത് സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് അല്ലേ. നമുക്ക് കോമൺലി ബാങ്ക് എക്സാമിൽ ഗ്രാമീൺ ബാങ്കിന്റെ എക്സാംസിനാണ് കൂടുതലും കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സെപ്പറേറ്റ് സെഷൻ ഇൻഡക്ട് ചെയ്യുന്നത്. പക്ഷെ അത് 20 മാർക്കിനേ ഉള്ളൂ. പക്ഷെ ഇവിടെ 50 മാർക്കിന് എന്ത് ചോദിക്കുന്നുണ്ട്, എക്സാക്ട്ലി കമ്പ്യൂട്ടറിന്റെ സെക്ഷൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ടൈം ഡ്യൂറേഷൻ എക്സാക്ട്ലി ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈം ഡ്യൂറേഷൻ ആണ് ഓരോ സെക്ഷനും വരുന്നത്. അതായത് റീസണിങ്ങിന് 50 ക്വസ്റ്റ്യൻ 40 മിനിറ്റ്, ഇംഗ്ലീഷ് 50 ക്വസ്റ്റ്യൻ 40 മിനിറ്റ്, ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്, കമ്പ്യൂട്ടർ 50 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 40 മിനിറ്റ് കേട്ടോ. അപ്പോൾ വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലെ AO എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞു അല്ലെ, നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസ് മെയ് എൻഡിലാണ് വരിക എന്നാണ് പറയപ്പെടുന്നത്. ഇനി മെയിൻ ആയിട്ടും എക്സാം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് അല്ലെ. പ്രിലിംസും ഉണ്ട്, അതുപോലെ തന്നെ മെയിൻസും ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഇന്റർവ്യൂ സെക്ഷൻസ് ഒക്കെ ഉണ്ടാകും, അതും ഉണ്ടാകും. അപ്പോൾ മെയിൻ ആയിട്ടും പ്രിലിംസ് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ
വെച്ചാൽ ജൂലൈയിൽ തുടങ്ങും എന്നാണ് ആസ് പെർ റിപ്പോർട്ട്സ് പറയുന്നത്. ജൂലൈ 20 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ് കൂടുതലും എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്തത്. ഇതിന്റെ പ്രിലിംസ് വരാറുള്ളത് ജൂലൈ 20-നാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നമുക്കിപ്പോൾ എല്ലാ ഇൻഷുറൻസും ബാങ്ക് എക്സാംസിൻ്റെയും പാറ്റേൺസും സിലബസും ഒക്കെ എന്താണ് സെയിം ആണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈലം ബാങ്കിങ് ഒരു പുതിയ കുറച്ച് കോഴ്സസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് പ്രിലിംസ് എല്ലാം ക്ലിയർ ആവുന്നുണ്ട്, മെയിൻസ് കുറച്ച് മാർക്കിന് പോകുന്നു, അല്ലെങ്കിൽ ബേസിസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്, പ്രാക്ടീസ് മാത്രം മതി എന്നിവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈലം ബാങ്കിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി നമ്മുടെ ക്ലാസ്സസ് തുടങ്ങിയിട്ട് ഇപ്പോൾ എക്സാക്ട്ലി എത്രയാണ്, ഒരു മാസം ആകുന്നേ ഉള്ളൂ കേട്ടോ. അതായത് 24-ാം തീയതി ഏപ്രിലാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. മൊത്തം പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും കൂടുതൽ എന്തിലും ഉണ്ടാവുക, റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചും നമ്മുടെ കോഴിക്കോട് മാത്രം സൈലം ബാങ്കിങ്ങിന്റെ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ വെച്ചിട്ടാണ് ആ കൺസേൺഡ് ആയിട്ടുള്ള കോഴ്സസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 23-നാണ് ആ കോഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാസമേ ആയിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ബേസ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബേസ് മുതൽ എല്ലാം സ്ട്രോങ് ആക്കിയിട്ട് അതുപോലെ തന്നെ പ്രിലിംസ് കവർ ചെയ്തിട്ട് മെയിൻസിലോട്ട് പോയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെയാണ് എല്ലാ ദിവസവും പോകുന്നത് ക്ലാസ്സസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ RRB PO RRB ക്ലർക്ക് അത് ഫോക്കസ് ചെയ്തിട്ട്, അത് മാത്രമല്ല എല്ലാ ബാങ്ക് എക്സാംസിനും അതെന്താണ് പോസിബിൾ ആണ്. അപ്പോൾ റീസെന്റ് ആയിട്ടും ലോഞ്ച് ചെയ്ത ബാച്ച് ആണ്, ഫ്രം ബേസ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആകുക. RRB PO RRB ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി മെയ് 7-നാണ്. മെയ് 7-നല്ല തുടങ്ങിയിരിക്കുന്നത്, മെയ് 14-നാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ക്ലാസ്സസ് മാത്രമേ എന്തായിട്ടുള്ളൂ, ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് പേടിക്കേണ്ട, കുറച്ച് ക്ലാസ്സസ് മാത്രമേ നമ്മുടെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബേസ് മാത്രമേ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു 5-6 ക്ലാസ്സസ് ഫ്രീ ആയിട്ട്, അതായത് ഈ വീക്ക് കണ്ടക്ട് ചെയ്ത എല്ലാ ക്ലാസ്സിന്റെയും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇത് ബേസ് മുതൽ ഉള്ള ക്ലാസ്സസ് ആണ് നമ്മുടെ RRB PO RRB ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ചിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ബാങ്ക് എക്സാംസും ഇതിൽ കവേർഡ് ആയിരിക്കും. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കോഴ്സാണ്. പെട്ടെന്ന് ജോയിൻ ചെയ്യണം ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഏത് കൊറേഴ്സ് ഉണ്ടെങ്കിലും ഏത് കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കുറച്ച് വർക്ക്ഷോപ്സുകൾ സൈലത്തിന്റെ വരുന്നുണ്ട്. അപ്പൊ അപ്കമിങ് ആയിട്ട് വരുന്ന വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂര് ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്ന വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് കൊല്ലത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയ് 31-ഉം ജൂൺ 1-ഉം മറക്കണ്ട, ശനി ഞായർ ദിവസങ്ങളിലാണ്. ഈ മാസത്തെ അവസാനത്തെ ദിവസവും അടുത്ത മാസത്തെ ഫസ്റ്റ് ദിവസവുമാണ് നമ്മുടെ എക്സാക്ട് ആയിട്ടുള്ള ഇത് നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊക്കെ എക്സാംസ് ആണ് നമുക്കിനി വരാൻ പോകുന്നത്, എങ്ങനെ പഠിച്ചു പോകണം, ഏത് സ്ട്രാറ്റജിയാണ് വളരെ യൂസ്ഫുൾ ആകുക ഓരോരുത്തർക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക. ഇത് കൂടാതെ ഒരു ചെറിയ ക്ലാസ്സിന്റെ സെഷൻസും ഉണ്ടാകും. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റും എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പേഴ്സിൽ വിളിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അത് കൂടാതെ തന്നെ നമ്മുടെ ഈ വീഡിയോന്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ ഗൂഗിൾ ഫോം ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടാകും. അതുവഴിയും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മെയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജൂൺ 9-ന് മറക്കല്ലേ ഡേറ്റുകൾ, പാലക്കാട് ജൂൺ 9-ന് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഈ അവിടെ ഉള്ളവർ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. ബാങ്കിങ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വില്ലിംഗ് ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ മറക്കണ്ട, NICL നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ പ്രിപ്പറേഷൻസ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ബേസിക്സ് ക്ലാസ് വേണമെങ്കിൽ ബേസിക്സ് ക്ലാസ് ഉണ്ട്. റിപ്പീറ്റേഴ്സ് മാത്രമാണ്, അതായത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് മാത്രമാണ് വേണമെങ്കിൽ അതിൻ്റെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2025 തന്നെ എല്ലാവരും ജോലി വാങ്ങാൻ റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം സ്റ്റുഡൻസ്. ഓക്കെ സ്റ്റുഡൻസ്, ബൈ.